സ്റ്റെപ്പ് നമ്മുടെ ഓറഞ്ച് സിസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയില്ലേ? പ്ലം കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഡ്രൈ ഫ്രൂട്ട്സിന്റെ കൂടെ ഓറഞ്ച് സസ്റ്റ് ചേർക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്രാവശ്യം ഇതും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വേറെ ലെവലായിരിക്കും. വെറുതെ പറയുന്നതല്ലേ. ഇവിടെ എവിടെയും ഓറഞ്ച് സസ്റ്റ് എനിക്ക് കിട്ടാറില്ല. എന്നാലും എല്ലാ ഡിസംബറിലും ഞാൻ നെസ്റ്റോയിലും ലുലുവിലും ഒക്കെ പോയി ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് വാങ്ങി വന്ന് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കും. എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാലോ അല്ലേ? ഇപ്പോൾ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ഓറഞ്ച് മതി കേട്ടോ. ചെറുതാണെങ്കിൽ 2ഉം വലുതാണെങ്കിൽ 1എണ്ണവും. എടുത്ത ഓറഞ്ച് നന്നായി വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് വാഷ് ചെയ്തത്. ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓറഞ്ചിന്റെ തൊലി മാറ്റിയെടുക്കണേ. ഓറഞ്ച് സസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ തൊലിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ തൊലിയുടെ ഉള്ളിലെ വൈറ്റ് കളർ പോർഷൻ ഉണ്ടല്ലോ, അതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ വടിച്ചു കളയണം. കാരണം അതിരുന്നാലും ചെറിയൊരു കയ്പുണ്ടാവും കേട്ടോ. ഇനി ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എടുത്ത ഇവമാരെല്ലാം കൂടി അങ്ങ് കൂട്ടിപ്പിടിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം കാണുന്നത് ഒരു 8-10 ഓറഞ്ചിന്റെ തൊലിയാട്ടോ. കാരണം ഇപ്രാവശ്യം ഞാനൊരു 3-4 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഞാനൊരു മെഷർമെന്റ് കപ്പിൽ അളന്ന് നോക്കുമ്പോൾ 250 ml കപ്പിൽ ഒരു 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ. ഇതൊരു പാനിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ വെള്ളം മാറ്റി ഒന്നും കൂടെ തിളപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നത് ഈ തൊലിയുടെ കയ്പ് പോകാനും ഇതൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 3 ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് ആക്കി എടുക്കണേ. മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും നല്ലത് കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കുവേ. അപ്പം കയ്പ് കുറച്ച് കുറവുണ്ടാകും. അങ്ങനെ എടുത്ത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ മെഷറിംഗ് കപ്പിൽ ഒരു 250 ml ഒരു 3/4 ഭാഗത്തോളം ഉണ്ട്. അതിലേക്ക് ഞാൻ 200 ml വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു 200 ml ഷുഗറും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഓറഞ്ച് ജ്യൂസിൽ പഞ്ചസാര നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിന്റെ തൊലിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഈ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വറ്റി വരാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവേ. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് തണുക്കാൻ അനുവദിക്കാം. ഇത് കണ്ടില്ലേ, തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് അല്ലെങ്കിൽ എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിലൊക്കെ മാറ്റിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഓറഞ്ച് സസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ദിവസം എടുത്താൽ മതിയേ. ഇനിയിപ്പം പ്ലം കേക്ക് ഉണ്ടാക്കാൻ നേരത്ത് ഓറഞ്ച് സസ്റ്റ് അന്വേഷിച്ച് ആരും അലയണ്ട. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം കിട്ടുമായിരിക്കും.